Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമന്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ, ആദ്യത്തെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യത്തെ ബ്രേക്കിംഗ് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം കൂടിയാണ്. അതിൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാം. അല്ലാത്ത എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു റിസ്കി ഫാക്ടർ ആയിട്ടുള്ള ഒരു മീഡിയയും കൂടിയാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി നിങ്ങളുടെ കയ്യിൽ വരും. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഗവൺമെൻറ് 16 വയസ്സിൻ്റെ താഴെയുള്ള പിള്ളേർക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അത് ബാനും കൂടിയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സുള്ള താഴെയുള്ള മക്കൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ചെയ്യുന്നതല്ല. അതേപോലെ തന്നെ UK ഗവൺമെൻറ് അല്ല, UAE ഗവൺമെൻറ്റും അതേ നിയമം കൊടുക്കുന്നുണ്ട്. അണ്ടർ ഏജ് 15 ഏജിലുള്ള പിള്ളേർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം 2 ദിവസം മുന്നേ വന്ന ഒരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും ഇത് വ്യാപകമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ അണ്ടർ 15 ഏജിൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ് പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ലെവല് ധാഷ്ട്യം അവർ കാണിക്കില്ല. നല്ല കിടുക്കാച്ചി ഫൈന് നിങ്ങളെ മുന്നിൽ അവർ തന്നിരിക്കും മക്കളെ. അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. 15 വയസ്സിന് ശേഷം പിന്നെ നിങ്ങൾ അവർക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ടെലിഗ്രാമോ എന്താണോ നിങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കാം. പക്ഷെ അത് നല്ല രീതികളിൽ നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് മുന്നിൽ പറയാനുള്ളത്. ടെലിഗ്രാമിൻ്റെ വെയർഓസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടെക് ന്യൂസും കൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഇനി വെയർഓസ് വാച്ചുകളിൽ ഇനി നിങ്ങൾക്ക് ടെലിഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെലിഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതൊക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം, മെസ്സേജസ് ചെയ്യാം, ലൈവ് ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. ഇതാണ് അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതും പോരാണ്ട് ഒന്ന് കമൻറ്റും ചെയ്യാം. സ്പോട്ടിഫൈൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇനി സ്പോട്ടിഫൈയിൽ നമുക്ക് റിയാക്ഷൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മ്യൂസിക് പ്ലേലിസ്റ്റ് നമുക്ക് കൊളാബറേഷൻ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഏത് മ്യൂസിക് കമ്പനിയായിട്ടാണോ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് അവരുടെ ആ മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റിൽ നമുക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷനുമായിട്ടാണ് ഇപ്പോൾ സ്പോട്ടിഫൈ വന്നിട്ടുള്ളത്. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ട്രൈ ചെയ്യാം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ബെൽറ്റിൻ്റെ ഒരു പവർ ബാങ്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. 25,000 mAh പവർ ബാങ്കാണ്. 158 വാട്ട്സിൻ്റെ പവർ ബാങ്കാണ് വരുന്നത്. അതും വിത്ത് ഡിജിറ്റൽ നമുക്ക് കാണാൻ പറ്റും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളത്. 158 വാട്ട്സ് ആണ്. ഈവൻ നമുക്ക് മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ മാക്സ്, അതേപോലെ തന്നെ ഹെവി ഗെയിമിംഗ് ലാപ്ടോപ്സ് വരെ നമുക്ക് ഈ ഒരു പവർ ബാങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ബിൽറ്റ് ഇൻ കേബിൾ Type-C പോർട്ട് വരുന്നുണ്ട്, പിന്നെ USB-A പോർട്ടും വരുന്നുണ്ട്, പിന്നെ പോരാത്തതിന് ഒരു Type-C പോർട്ടും വരുന്നുണ്ട്, പിന്നെ പവർ ഡെലിവറി പോർട്ടിൻ്റെ പവർ വരുന്നത് 3.1 ആണ്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. കിട്ടു സാധനമാണ്, ഒരു രക്ഷയല്ല. പുലി എന്ന് പറഞ്ഞാൽ പുലി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം. അതായത് വലിയ വലിയ ലീഡിങ് കമ്പനികളായ ഈ ബെൽക്കിന്, ആങ്കർ, യൂഗ്രീൻ്റെ ചാർജറുകൾ, പവർ ബാങ്ക് 3-in-1 എൻ്റെ വീഡിയോകളിൽ ഇനി ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യും. സ്മാർട്ടിക്സ്, പ്രൊട്ടക്റ്റ് പോലത്തെ കമ്പനികളൊന്നും ഞാൻ ഷെയർ ചെയ്യില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരാണ്. കാരണം തീർച്ചയായിട്ടും ഈ ബെൽക്കിനും ആങ്കറും യൂഗ്രീനിൽ വരുന്ന ടെക്നോളജികളായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും മറ്റുള്ള ബ്രാൻഡുകളുടെ പവർ ബാങ്കിൽ വരാം എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. പക്ഷേ ഈ ഒരു പവർ ബാങ്ക് കിട്ടു സാധനമാണ്. പിന്നെ ഇത് ഫ്ലൈറ്റ് അപ്രൂവൽ അല്ല, ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഫ്ലൈറ്റിൽ നമ്മൾ കോൺഫിസ്കേറ്റ് ചെയ്യും, അതൊരു കാര്യം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ഒരു റഫ് യൂസിന് നിങ്ങളിവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പവർ ബാങ്ക് നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്.
പുതിയ അപ്ഡേറ്റിലേക്ക് എടുക്കാം. പുതിയ അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐഫോണിൻ്റെ പ്രൈസ് ഹൈക്നെസ് കൂടാൻ പോവുകയാണ്. തീർച്ചയായിട്ടും കൂടും എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് മുന്നിൽ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വേറെ നിവൃത്തിയില്ല, റാമിൻ്റെ വില കൂട്ടി. AI ആണ് കാരണം. അത് റാമിൻ്റെയും പിന്നെ സ്റ്റോറേജിൻ്റെ ഷോർട്ടേജ് ഒക്കെ കാരണത്താൽ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. നാഴികക്ക് 50, 60, 80 വട്ടം പറയേണ്ട കാര്യം പറഞ്ഞേ പറ്റൂ. പ്രൈസ് കൂട്ടുകയാണ്. ഇനി നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ ടാബി, അല്ലെങ്കിൽ തമാര. ഇതിലേതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? UAE വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേ ഓപ്ഷനുള്ളൂ. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫൈനാൻസ് കമ്പനിക്കാരോ കാർഡുകൾ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതോ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ നാട്ടിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഞാൻ വീഡിയോ അധികം പറഞ്ഞ് ഞാൻ വലിച്ച് നീട്ടറില്ല. ഇനി ആപ്പിളിൻ്റെ എയർപോഡിന് 2027 ക്യാമറ കൊണ്ടുവരും എന്നാണ് പറയണത്. കൊണ്ടുവരട്ടെ. മാർക്ക് ഗർമൻ എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടറിയാം എങ്ങനെയുണ്ട് ആളെന്നുള്ളത്. അതിലൊരു എന്താണ് പുതുമ എന്നുള്ളത് ഞാൻ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ആണ്. ഇനി ഐഫോൺ 18 വരാൻ പോകുന്ന ഐഫോൺ 18 2027 വരാൻ പോകുന്നത്. അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 12 GB റാം വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് പറയണത്. അതും ഹൈ ഫുൾ പെർഫോമൻസ് സീറിയും AI ഇൻ്റലിജൻസും ഐഫോൺ 18 വർക്ക് ചെയ്യും എന്നാണ് പറയണത്. പക്ഷേ ഐഫോൺ 17 ഈ വർഷത്തെ ഏറ്റവും ടോപ്പ് സെല്ലറായിട്ടുള്ള ഐഫോൺ 17 ആകെ ഇറക്കിയിട്ടുള്ളത് 8 GB റാമാണ്. ആ 8 GB റാമിൽ സിറി വർക്ക് ചെയ്യും, പക്ഷേ AI വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു, യവന്മാരൊരു വല്ലാത്തൊരു ഗിമിക്കായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ ഒരു വീഡിയോകളിലും സത്യം തന്നെയാണ്. ഒന്നും പറയാനില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഡീല്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ ഐഫോൺ 18? പക്ഷേ അടുത്ത വർഷം ഇറങ്ങുള്ളൂ കേട്ടോ. 2027 ഇറങ്ങുള്ളൂ. 26 ഇറങ്ങില്ല. 26 18 പ്രോയും പ്രോ മാക്സും പിന്നെ അവരുടെ മടക്കണ സാധനം ഫോൾഡ് അൾട്രയാണ് വരുന്നത്. അടുത്ത വർഷം ഐഫോൺ 18 പ്ലസും വരുന്നുണ്ട്. ഇതാണ് കാര്യങ്ങൾ. ഇനി പ്ലസ്സിൽ എന്താണാവോ ഇനി ഇവർ കൊണ്ടുവരാൻ പോകുന്നുള്ളത് അന്ന് കണ്ടറിയാം. അതിനും ചിലപ്പോൾ 12 GB റാം ആവാനാണ് സാധ്യത. ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവട്ടെ. ആപ്പിൾ എയറല്ല. പക്ഷെ R&Dക്കാരുണ്ടല്ലോ ഒരു വല്ലാത്ത ഒരു മൊണ്ണകൾ എന്ന് പറഞ്ഞാൽ അസല് മൊണ്ണകളാണ് എന്നെനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തേ പറ്റൂ. ഒരു ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് പറയാനുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AI ആണല്ലോ ഇപ്പോഴത്തെ തരംഗം. ഇനി ഇവിടുന്ന് ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും AI മുഖേനയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഫോണുകളുടെ വിലകളും കൂട്ടുന്നുണ്ട്. അതും AI കാരണത്താലാണ് വില കൂടുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AIക്ക് വേണ്ടിയിട്ട് ചൈനക്കാർ ഒരു പുതിയ ഒരു റാം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അവരതിനു വേണ്ടി ഒരു വർക്കൗട്ട് ഇപ്പോൾ നടത്തുന്നുണ്ട്. ലോ ലാറ്റൻസി വൈഡ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന ഒരു റാം ഉണ്ടാക്കാനും പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു റാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.5 times ഫാസ്റ്റർ ദാൻ കറൻ്റ്ലി റണ്ണ് ചെയ്യുന്ന LPDDR റാമിനെ കാട്ടിയും 1.5 times ഫാസ്റ്ററും കൂടിയാണ്. അതും പോരാണ്ട് ബാറ്ററി കൺസപ്ഷൻ ഈസ് വെരി 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 ലോ കൂടിയാണ് ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങട്ടെ, വില കൂടുകയും ചെയ്യും. ഇറങ്ങട്ടെ. അപ്പോൾ യവന്മാർ ഇനി LPDDR റാമുകളെ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഈ റാമാണ് ഇറങ്ങാൻ പോകുന്നത്. ഏത്? ലോ ലാറ്റൻസി വൈഡ് ഡൈനാമിക് റാൻഡം ആക്സസറി റാമാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. ഇനി ഭാവിയിൽ വരുന്ന എല്ലാ റാമുകളും ഞാൻ പറഞ്ഞ ഈ റാമായിരിക്കും ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇനി ടാബുകളിലും വരാൻ പോകുന്നത്. കാരണം ഇപ്പം നിലവിൽ എല്ലാതും റണ്ണ് ചെയ്യുന്നത് AI കാരണത്താൽ ആ AIനെ ഹൈ പെർഫോമൻസ് ഓറിയൻറ്റഡിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ റാമുകൾ വേണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്.
പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ചൈനയിലെ ഹോണറിന്റെ 80 Pro Max എന്ന് പറയുന്ന വേരിയന്റ് ഇറങ്ങാൻ പോകുന്നുണ്ട്. Pro Max എന്ന് പറയുമ്പോൾ നിങ്ങൾ നെട്ടണ്ട, ഇതൊരു വില കൂടിയ ഫോണാണ്. ഇതൊരു വില കൂടിയ ഫോണല്ല, ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു ഫോണും കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 6 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, 1.5K റെസൊല്യൂഷൻ, പിന്നെ IP69K റേറ്റിംഗ്. ഒരു അസാധ്യ ഫോൺ തന്നെയാണ്. ആ ഒരു പ്രൈസിൽ ഇതൊരു അസാധ്യ ഫോണാണ്. പിന്നെ 6.7 ഇഞ്ച് AMOLED സ്ക്രീൻ, 120 Hz റിഫ്രഷ് റേറ്റ്, 11,000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. മാസീവ് ലെവൽ കാർബൺ സിലിക്കോൺ ടെക്നോളജി ബാറ്ററിയാണ് ഈ ഹോണർ 80 Pro Max എന്ന് പറയുന്ന ഈ ഒരു ഫോണിന് വരുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറ്റ്സാണ്. പീക്ക് ബ്രൈറ്റ്നസ് 10,000 നിറ്റ്സ് വെച്ചിട്ടാണ് യവന ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതൊരു 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എത്ര നിറ്റ്സ്, ഇത്ര ബ്രൈറ്റ്നസ്, എത്ര HBM, എത്ര നിറ്റ്സ് എന്നുള്ളത് അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യാം. പക്ഷെ ഇത് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഫോണ് ഈ ഹോണർ 80 Pro Max ആണ്. അതും 10,000 നിറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. കയ്യിൽ കിട്ടട്ടെ. എങ്ങനെയുണ്ട്? ക്യാമറ മെഗാ പിക്സലും കാര്യങ്ങളും ഒന്നും അവർ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചാർജിങ് സ്പീഡ് ചിലപ്പോൾ സത്യത്തിൽ ഇത് കൂടാനാണ് സാധ്യത. എന്തായിരിക്കും ചാർജിങ് സ്പീഡും കാര്യങ്ങളും ഒന്നും അവർ തീരുമാനം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ LPDDRന്റെ 4x റാമും UFS 3.1 ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, വേറെ ലെവലിൽ തന്നെ. ഈവൻ 2.2 ആയാലും ഓക്കെ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു റാം ആയിരിക്കും വരാം. ഒന്നില്ലെങ്കിൽ LPDDR 4x റാം, പിന്നെ UFSലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ 3.1 അല്ലെങ്കിൽ 2.2 ആയിരിക്കും. കാരണം അവർ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെൻഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റില്ല. ഇതിൻ്റെ ഒരു നിഗമനമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. റെഡ്മിയുടെ പുതിയ ഫോൺ വരാൻ പോകുന്നുണ്ട്. റെഡ്മി ടർബോ 5 എന്ന് പറയുന്ന ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8500 അൾട്രാ ചിപ്സെറ്റാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, 7560 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ ചാർജർ. പക്ഷേ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതല്ല. പിന്നെ അത് 6.5 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനാണ് വരുന്നത്. അതും 120 Hz റിഫ്രഷ് റേറ്റ്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുള്ള ഒരു ഫോണല്ല. പിന്നെ 20 മെഗാപിക്സലിൻ്റെ ക്യാമറ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IP റേറ്റിംഗ് ആണെങ്കിൽ IP66, IP68, IP69, IP69K റേറ്റിംഗ് വെച്ചിട്ടാണ് റെഡ്മി ടർബോ 5 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് എവിടെയാണ് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രൈസും സ്റ്റോറേജും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ഫോണ് മേടിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിൽ ആസ് യൂഷ്വൽ പറയുന്നത് പോലെ തന്നെ പറഞ്ഞേ പറ്റൂ, കയ്യിൽ പൈസ ഇല്ല, മേടിക്കാൻ പൈസ ഇല്ല. പക്ഷേ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇതൊരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ഫോണാണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ടി വരും. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോണറിൻ്റെ മാജിക് V6 ഫോൾഡ് ഇറങ്ങിയിട്ടുണ്ട്. ഈ മാസമാണ് ലോഞ്ചിങ്. ഞാൻ കണ്ടു, ഒരു രക്ഷയില്ലാത്തൊരു സാധനം. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ഡ്യൂറബിലിറ്റി. അത് ഞാൻ ഈ ഒരു വീഡിയോകളിലിടാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഡ്യൂറബിലിറ്റി എന്നുള്ളത്. പിന്നെ ഒരു 16 ലെവലിൽ ഉള്ള ഒരു ഡിസ്പ്ലേയും കൂടെയാണ് ഈ ഒരു മുതൽ. ആദ്യമായിട്ടാണ് ഈ ഒരു മുതലിന് ഇങ്ങനെ ഒരു ഡ്യൂറബിലിറ്റിയും സ്ക്രാച്ച് റെസിസ്റ്റൻസ് പെർഫോമൻസ് കൊടുക്കുന്ന ഡിസ്പ്ലേയുമായിട്ടാണ് മാജിക് V6 വന്നിട്ടുള്ളത്. ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഫോൾഡ് കൂടെയാണത്. ഇനി സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് സ്നാപ്ഡ്രാഗന്റെ 80 Lite Gen 5 ചിപ്സെറ്റാണ്. LPDDR 5x റാം, UFS ആണെങ്കിൽ 4.1,
ബാറ്ററി ആണെങ്കിൽ 6600 mAh ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നത്തെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കേട്ടോ കിട്ടാം. അപ്പോൾ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റ്, 7.9 ഇന്നർ സ്ക്രീൻ വരുന്നു. പിന്നെ 80 വാട്ട്സ് ചാർജർ, 66 വാട്ട്സ് വയർലെസ് സപ്പോർട്ട് ചെയ്യും. പിന്നെ IP68 69 റേറ്റിംഗ് വരുന്നുണ്ട്. K റേറ്റിംഗ് ഇതിലില്ല. 7.9 ഇഞ്ച് ഇന്നർ സ്ക്രീൻ, അതും 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 4320 Hz പിക്സൽ ഡിമ്മിങ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പിക്സൽ ഡിമ്മിങ് ഫോൾഡാണ് ഇപ്പം നിലവിൽ മാജിക് V6 വന്നിട്ടുള്ളത്. അതും ആമോലെഡ് സ്ക്രീനാണ് 7.9. ഇനി കവർ സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് OLED ഡിസ്പ്ലേ ആണ്. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. അതും 120 Hz റിഫ്രഷ് റേറ്റ്, 4320 Hz ആണ് പിക്സൽ ഡിമ്മിങ് വരുന്നത്. ഇനി ഇന്നർ സ്ക്രീനിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 5000 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി കവർ സ്ക്രീനിലേക്ക് വരുമ്പോഴോ അതും 6000 nitsലേക്കാണ് വരുന്നത്. സ്റ്റോറേജ് കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഇവിടുത്തെ UAE വരുമ്പോൾ ഇത് 16 GB റാമും 512 GB സ്റ്റോറേജ് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, 256 ഒക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം, നമ്മുടെ വീഡിയോകളിൽ മെൻഷൻ ചെയ്യാം. ഇനി ക്യാമറ മെഗാപിക്സലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50 മെഗാപിക്സലിൻ്റെ ക്യാമറ, 64 മെഗാപിക്സൽ പെരിസ്കോപ്പും, പിന്നെ അതേപോലെ 50 മെഗാപിക്സലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഇന്നർ സ്ക്രീനിൻ്റെയും ഔട്ടർ സ്ക്രീനിൻ്റെയും ക്യാമറ വരുന്നത് രണ്ടിനും 20 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ബാറ്ററിയാണ്. 6600 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇനി അത് പോരാണ്ട് ഹോണറിൻ്റെ C1 ചിപ്സെറ്റ് വരുന്നുണ്ട്. ആ ചിപ്സെറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ലോ ഏരിയകൾ, മൗണ്ടെയിന്, ഗാരേജ്, ട്രെയിനിൽ പോകുമ്പോൾ ആ നെറ്റ്വർക്കിൻ്റെ കവറേജ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹോണർ സ്വന്തമായിട്ട് ഒരു C1 ചിപ്സെറ്റ് ഹോണർ മാജിക് V6 കൊണ്ടുവരാൻ പോകുന്നത്. ഇവരുടെ ഹോണറിൻ്റെ മാജിക്കിൻ്റെ 8 സീരീസ് ഫോണുകളിലും ഈ ഒരു ചിപ്സെറ്റ് ഉണ്ട്. അതേ സെയിം ചിപ്സെറ്റ് തന്നെയാണ് മാജിക് V6 വരുന്നത്. അതൊരു ഗ്രേറ്റ് തിങ് ആണ്. അപ്പോൾ സിഗ്നൽ കട്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല. വൈഫൈ അല്ല, നമ്മൾ ഈ മൊബൈൽ ഡാറ്റ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കവറേജിന് ഈ ഒരു ചിപ്സെറ്റ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എടുക്കും എന്നാണ് എൻ്റെ ഒരു കരുതൽ. പിന്നെ പോരാത്തതിന് ഹോണറിൻ്റെ E2 കസ്റ്റമൈസ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് വരുന്നുണ്ട്. അത് ഈ ബാറ്ററി എഫിഷ്യൻസിക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണിത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായല്ലോ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതുവരെ ആരും പറയാത്തൊരു കാര്യം ഞാനിവിടെ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാണ്. ഈ ഇവൻക്ക് മാജിക് V6 ഡിസ്പ്ലേ പോർട്ടും വർക്ക് ചെയ്യും, അതും 1.2. ഇനി നിങ്ങളെ കയ്യിൽ ഹെവി ആയിട്ടുള്ള ഡിസ്പ്ലേ പോർട്ടുള്ള ഗെയിമിംഗ് മോണിറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യാം, എഡിറ്റും ചെയ്യാം, വീഡിയോകൾ കാണാം, എഡിറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഹോണർ മാജിക് V6 ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ പറയേണ്ട അപ്ഡേറ്റുകൾ പറഞ്ഞത് നിങ്ങളടുത്ത്. ഫോൺ എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ AI ഇൻറ്റിഗ്രേഷൻ ഈ ഫോണിലും ഉണ്ട് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. OS അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം, വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യാം. എത്ര വർഷത്തെ OS അപ്ഡേറ്റ് കിട്ടും, എത്ര വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ഹോണർ മാജിക് V6 കിട്ടും എന്നുള്ള ഡ്യൂറബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു ഡ്യൂറബിലിറ്റിയാണ്. ഈവൻ അവരൊരു ട്രയൽ ഔട്ട് വരെ അവർ നടത്തിയിട്ടുണ്ട് ചൈനയിൽ. ആ ട്രയൽ ഔട്ടിൽ ഇപ്രാവശ്യം അതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് സാധ്യത ഉള്ള ഒരു ഫോണാണ് ഹോണർ മാജിക് V6. കളറുകൾ 3 കളറുകൾ വരും എന്നാണ് ഒരു പ്രതീക്ഷ. ഒരു റെഡ്, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഗോൾഡിഷ് കളർ എന്തോ ആയിരിക്കും വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണമെങ്കിൽ ഞാനിവിടെ റെൻഡറായിട്ട് ഇടുകയും ചെയ്യാം. ഫോണ് വേറെ ലെവലിൽ തന്നെ, ഒരു രക്ഷയില്ലാത്തൊരു ഫോണാണ്, പറഞ്ഞേ പറ്റൂ.
ലെനോവോന്റെ ഒരു പുതിയ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലെനോവോ ടാബ് +2 എന്നാണ് പറയുന്നത്. ടാബിന്റെ പേര് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം, വ്യക്തമായിട്ട് കിട്ടുന്നില്ല പേര്. ചിലപ്പോൾ മനുഷ്യന്മാരാണ്, തെറ്റൊക്കെ പറ്റും, അപ്പോൾ ക്ഷമിക്കാം. ഇത് 12.1 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ്, ഡിമെൻസിറ്റിന്റെ 7400 ചിപ്സെറ്റ്, UFS 3.1, പിന്നെ LPDDRന്റെ 4x അല്ലെങ്കിൽ 5x റാം ഒക്കെ ആയിരിക്കും ഇറങ്ങാം, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇതൊരു നല്ലൊരു ടാബ്ലറ്റും കൂടെയാണ്. അതും LCD സ്ക്രീനാണ്, 10200 mAh ബാറ്ററി, പിന്നെ 45 വാട്ട്സിന്റെ ചാർജർ ഈ ഒരു ടാബ്ലറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് 8 GB 6 GB 12 GB റാം വേരിയന്റിലാണ് ഇറങ്ങുന്നത്. പിന്നെ 128 256 വേരിയന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ HDR10 വീഡിയോകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും പോരാണ്ട് 4 ട്യൂൺഡ് ആയിട്ടുള്ളൊരു മാസ് JBL സ്പീക്കർ വരെ ഇതിൽ ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ JBLന്റെ സൗണ്ട് ഇടുമ്പോൾ മുഴങ്ങി നമുക്ക് മൂവികളും പാട്ടുകളും ആസ്വദിച്ചിട്ട് ഈ ഒരു ടാബ് യൂസ് ചെയ്യാൻ പറ്റും. റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം, ഇടാം, പോയിട്ട് കാണാം. പ്രൈസും കാര്യങ്ങളും സ്റ്റോറേജും എല്ലാം ഞാനിത് അങ്ങനെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗ്രാബ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. OnePlusന്റെ പുതിയ ടാബ് 3 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ടാബും കൂടെയാണ്. 13.1 ഇഞ്ചിന്റെ LCD സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റ്, 16 GB റാം, UFS ആണെങ്കിൽ 4.1, 13000 mAh ബാറ്ററീൻ്റെ മുകളിലായിരിക്കും ഇറങ്ങാം. ബാറ്ററിയും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. LPDDR5Xന്റെ റാം, USB പോർട്ട് 3.2 ആണ് വരുന്നത്. അതുകൊണ്ട് അത്രക്കും വേഗതകളിൽ ഡാറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 30 Hz to 144 Hz റിഫ്രഷ് റേറ്റ് അഡാപ്റ്റും ചെയ്യാൻ പറ്റും. യവൻ മൊത്തത്തിലൊരു ഗെയിമിംഗ് ടാബ്ലറ്റും കൂടെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് മുന്നിൽ പറയാനുള്ളത്. പിന്നെ ചാർജറും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എന്ത് വാട്ട്സ് ചാർജർ ആയിരിക്കും ഈ OnePlus ടാബ് 3 വരാൻ പോകുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇത് 13.1 ഇഞ്ചിൻ്റെ OLED സ്ക്രീൻ അല്ല, മിനി LED സ്ക്രീൻ അല്ല, OLED സ്ക്രീൻ അല്ല, LCD സ്ക്രീൻ ആയിരിക്കും. പ്രൈസും കാര്യങ്ങളും എസ്റ്റിമേഷൻ ഞാൻ പറയാം, ഒരു 3500 to 4000 ദിർഹംസിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ടാബ് വരാൻ പോകുന്നത്. അത് INR-ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 70,000 മുതൽ 80,000 വില വരെ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ പ്രൈസും അങ്ങനെ തന്നെ ആയിരിക്കും വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഈ ഒരു ടാബിനെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഇത് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റ് ആയതുകൊണ്ട് ഗെയിമൊക്കെ നിങ്ങൾക്ക് അനായാസമായിട്ട് നമ്മൾ ഡയറി മിൽക്ക് തിന്നുന്ന അതേ സുഖത്തിൽ, എങ്ങനെയാണോ നിങ്ങൾ ഡയറി മിൽക്ക് തിന്നുന്ന അതേ സുഖത്തിൽ നിങ്ങൾക്ക് ഗെയിമും കളിക്കാനും പറ്റും, വീഡിയോകളും കാണാൻ പറ്റും. ഇനി പോരാത്തതിന് HDR10+ കണ്ടൻറ്റും അനായാസമായിട്ട് കാണാം. നെറ്റ്ഫ്ലിക്സ് വീഡിയോകളും അനായാസമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊരു കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ടാബ്ലറ്റും കൂടെയാണെന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയേണ്ടി വരും. മക്കളെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മളുടെ DJIന്റെ Pocket 4 Pro വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 4നെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇപ്രാവശ്യം 4 Proനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. 4 Proയിൽ വരുന്ന മാറ്റങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കിടക്കാം. ഇതൊരു ഡുവൽ ലെൻസ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 1 ഇഞ്ച് സെൻസറാണ്. പിന്നെ 3x ഓപ്റ്റിക്കൽ സൂം ഉണ്ട്. അത് 200 mm 3x ഓപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അപ്പർച്ചർ ആണെങ്കിൽ f1.8. പിന്നെ 12x ഡിജിറ്റൽ സൂം വരുന്നുണ്ട്. നല്ലൊരു കാര്യം. 4K 60 FPS നമുക്ക് ചെയ്യാം. പിന്നെ 4K 120 FPS സ്ലോ മോഷൻ ചെയ്യാം. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് അവർ കൂട്ടിയിട്ടുണ്ട്. 17 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചാണ് വന്നിട്ടുള്ളത്. അത്
ഒരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷൻസിൽ 17 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചിന് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇതൊരു വേറെ ലെവൽ സാധനം തന്നെയാണ്. ഇത് എസ്പെഷ്യലി ഫോർ വീഡിയോഗ്രാഫേഴ്സിനാണ് ഇങ്ങനെ ഇറക്കിക്കുന്നത്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അത് 10 ബിറ്റ് ലോഗ് 2 വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന് ഹൈ എൻഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. മറ്റേ അഡോബ് പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഡാവിൻഷി റിസോൾവ് പോലത്തെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നിങ്ങളെ കയ്യിൽ വ്യക്തമായിട്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിലാണ് ഈ ലോഗും കാര്യങ്ങളും പരിപാടി ചെയ്യാൻ പറ്റുക. പിന്നെ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ നേറ്റീവ് ISO ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ചോദിക്കാണ്ട്. നേറ്റീവ് ISO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഗ് വീഡിയോകൾ എടുക്കുന്ന സമയത്ത് ഇത് 800 to പിന്നെ ലാസ്റ്റ് എന്ത് ISO ആണ് വരിക, ചിലപ്പോൾ ഇത് 12800 ISO ആണോ അല്ലെങ്കിൽ 8000 ISO ആണോ വരുന്നത് എന്ന് അവർ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് ക്യാമറ കയ്യിൽ കിട്ടിയതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുക, പക്ഷെ അത് ഞാൻ പറയും. അതും കൂടെ ഇതിൽ നേറ്റീവ് ISOയും കൂടെ ഈ DJI Pocket 4 Proയിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, ഇതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സാധനമാവും. പിന്നെ 2 ഇഞ്ച് റൊട്ടേറ്റിംഗ് സ്ക്രീനാണ്, അതൊരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കഴിഞ്ഞ വർഷം 4ൽ 1 പോയിന്റ് സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. പക്ഷേ ഇത് 2 ഇഞ്ചാണ്, അതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ്, കുറച്ചുകൂടെ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. പിന്നെ 1000 പീക്ക് നിറ്റ്സ് ബ്രൈറ്റ്നസ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല, അത് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എന്ത് നിറ്റ്സിലൊക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. പിന്നെ സ്റ്റോറേജ്, ഇന്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്, അതൊരു നല്ലൊരു തീരുമാനമാണ്. അത് 103 GB ഇന്റർണൽ സ്റ്റോറേജ് വീഡിയോ റെക്കോർഡ് ചെയ്യാം. പിന്നെ 1 TB SSD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു കാര്യം. പിന്നെ സ്റ്റാൻഡേർഡ് കിറ്റ്സിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ചൈനീസിൽ നിന്ന് യുവാന് പിന്നെ അതേപോലെ തന്നെ ഡോളറിലും മെൻഷൻ ചെയ്യാം. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരൊറ്റ കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ചാണ്, അതൊരു വലിയൊരു ഹൈലൈറ്റാണ്, അത് എടുത്തു പറയണം. അതും 17 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച് ഈ ഒരു ചെറിയ ക്യാമറക്ക് അസാധ്യമായിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഈവൻ സോണിയുടെ A7S IIIക്ക് പോലും അവരാകെ കൊടുക്കുന്നത് 15 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചാണ്. പിന്നെ ഇൻസ്റ്റയുടെ ലൂണ അൾട്ര അതിനും കൊടുക്കുന്നത് 15 സ്റ്റോപ്പാണ്. ഇപ്രാവശ്യത്തെ ഈ Pocket 4 Proക്ക് 17 സ്റ്റോപ്പ്, അത് 2 സ്റ്റോപ്പ് അഡീഷണൽ കൊടുക്കാന്ന് പറയുന്നത് തന്നെ അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം, അതാണ് വേണ്ടത്. പിന്നെ ഒരു പോരായ്മ എനിക്ക് ഇൻസ്റ്റയുടെ 4 Proയിൽ തോന്നിയൊരു കാര്യം, ഇതൊരു ഡിറ്റാച്ചബിൾ സ്ക്രീൻ അല്ലല്ലോ എന്നുള്ള ഒരു പോരായ്മ എനിക്കിതിൽ തോന്നിയിട്ടുണ്ട്. ആ ഡിറ്റാച്ചബിളും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറെ ലെവലായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പോൾ ലൂണയുടെ അൾട്രക്ക് നമുക്ക് ഡിറ്റാച്ചബിൾ ചെയ്തിട്ട് നമുക്ക് 20 മീറ്ററിൽ നമുക്ക് മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം, കാരണം അതിലൊരു ബിൽറ്റ് ഇൻ മൈക്ക് ഉണ്ട്. ആ മൈക്ക് വെച്ചിട്ട് 20 മീറ്റർ കവറേജ് ചെയ്യാൻ പറ്റും. എന്തുപറ്റി രമണന്മാരെ DJI 4 Proന് ഈ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത്, അതൊരു ചെറിയൊരു പോരായ്മ ഉണ്ട്. പക്ഷെ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോട്ടല്ലോ ഇവനെ വേറെ ലെവലിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എനിക്കൊരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇപ്പം നിൽക്കണം. ഒന്നില്ലെങ്കിൽ DJIൻ്റെ 4 Pro മേടിക്കണോ, അല്ലെങ്കിൽ ഇൻസ്റ്റാക്സിൻ്റെ ലൂണ 360 അൾട്ര, ഇൻസ്റ്റാ 360 ലൂണ അൾട്ര മേടിക്കണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കണം. രണ്ടും കൂടെ ഹെഡ് ടു ഹെഡ് എനിക്കെന്താണോ തോന്നിയത് അതിനനുസരിച്ച് ഞാൻ എടുക്കും. പേയ്മെൻറ്റ് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്, വ്യക്തമായിട്ട് പറയണം. പേയ്മെൻറ്റ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ എടുക്കും. പക്ഷെ രണ്ട് ലെവലിലേക്ക് നോക്കുമ്പോൾ രണ്ടാൾക്കാരും വേറെ ലെവലിൽ തന്നെ. പക്ഷേ എനിക്കൊരു വീഡിയോൻ്റെ ഒരു അപ്പർ ഹാൻഡിലേക്ക് വരുമ്പോൾ DJIൻ്റെ 4 Pro ഒരു സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം ഇൻസ്റ്റ എന്തായിരിക്കും കൊണ്ടുവരിക എന്നുള്ളത് കണ്ടറിയണം. പ്രൈസും കാര്യങ്ങളും അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, വീണ്ടും പറയണം. യുവാനിലും മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡോളറിലും മെൻഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് പ്രൈസും കിറ്റ് പ്രൈസും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പോരാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോസിന് വേണ്ടി
ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.